ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സ്വാദിഷ്ടമായിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം ദോശക്ക് അരച്ച് വെച്ച മാവ് എടുത്തിട്ട് നല്ല തിന്നായിട്ടൊന്ന് ചട്ടിയിൽ പരത്തി കൊടുക്കുക. അപ്പോൾ ചട്ടിയിൽ നമ്മൾ ഇത്തിരി ബട്ടറും അതേപോലെ തന്നെ ഓയിലും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടുള്ള ഇതാണ് നമ്മൾ ആദ്യം ചട്ടിയിൽ തേച്ചിട്ട് ആക്കി കൊടുക്കേണ്ടത്. അതിന് ശേഷം ദോശ ഒന്ന് മുരിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും ബട്ടറൊന്ന് നല്ലതിൽ ബട്ടർ ഓയിലും കൂടിയുള്ള മിക്സ് ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ചമ്മന്തി നന്നായിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പം നമ്മൾ പുറത്തുള്ള തട്ടുകടയിലൊക്കെ കാണുന്ന പോലെ നമുക്ക് സ്വാദിഷ്ടമായ ദോശയും ഇതേപോലെയൊക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ചട്നി ചമ്മന്തി നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൊട്ടാറ്റോ സ്റ്റൂ ആണ് വെച്ച് കൊടുക്കുന്നത്. അതും പൊട്ടാറ്റോ സ്റ്റൂ ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞാൽ പാലൊഴിച്ചിട്ട് നല്ല തിക്കാക്കി എടുത്തിട്ടുള്ളതാണ്. അതും കൂടി നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയം നമ്മൾ ഗ്യാസ് നല്ല സ്ലോ ആക്കിയിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നല്ല പാകത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലാണ് ബട്ടറും ഓയിലും കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ. എന്നിട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി മിക്സ് ആക്കിയിട്ട് അത് ഇതാക്കി കൊടുക്കുക. പുതിനയില നിർബന്ധമില്ല, മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം, നല്ല തിന്നായിട്ട് ആവിയും വേണം, അതേപോലെ തന്നെ ദോശ നല്ല മൊരിഞ്ഞിരിക്കണം. അങ്ങനെ ഇപ്പോൾ ദോശ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നടത്തി കൊടുക്കാം. രണ്ട് മടക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഇതാണ്. കാരണം ഇതിലധികം എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ബ്രഷ് കൊണ്ട് ഇത്തിരി തടവി കൊടുക്കുന്നുള്ളൂ. നല്ല മൊരിഞ്ഞതിന് ശേഷം നമുക്കിതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ദോശയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഇത് ഇങ്ങനെ ചെയ്ത് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഇങ്ങനെ ആ ചൂടോടെ തന്നെ മൊരിഞ്ഞ പാടുള്ളത് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് എത്ര തിന്നാലും മതിയാവില്ല. അതുമല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.